ടിവി ചാനലുകൾ അവതാരകയെത്തി പിന്നീട് സിനിമകളിൽ നിറഞ്ഞു നിൽക്കുക പെട്ടെന്ന് ലൈംലൈറ്റിന്റെ വെളിച്ചത്തിൽ നിന്നും അപ്രത്യക്ഷയായ ജുവൽ മേരിക്ക് എന്ത് സംഭവിച്ചു? അതാണ് GPS മീഡിയ ഇന്ന് അന്വേഷിക്കുന്നത്. 2015 പ്രൊഡ്യൂസറായ ജെൻസൺ സക്കറിയാണ് ജുവൽ മേരി വിവാഹം കഴിച്ചിരിക്കുന്നത്. വിവാഹ ജീവിതം ജുവൽ മേരിയെ സംബന്ധിച്ചോളം ദുരിതപൂർണ്ണമായിരുന്നു. വിവാഹമോചനത്തിന് ജുവൽ വർഷങ്ങളോളം പോരാടിക്കൊണ്ടിരുന്നു. അവസാനം ജുവലിന് വിവാഹമോചനം ലഭിച്ചു. 2021 ജുവൽ ഭർത്താവിനെ പിരിഞ്ഞ് സെപ്പറേറ്റഡ് ജീവിക്കാൻ തുടങ്ങി. 3-4 വർഷങ്ങൾ കഴിഞ്ഞാണ് എനിക്ക് ഡിവോഴ്സ് കിട്ടിയത്. മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ 6 മാസം കൂടെ ലഭിക്കുമായിരുന്നു. മ്യൂച്വൽ ഡിവോഴ്സ് ലഭിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അക്കാലത്ത് സ്റ്റാർ സിംഗറൊക്കെ ചെയ്ത് കിട്ടിയ കാശ് കുറച്ച് കയ്യിലുണ്ടായിരുന്നു. ഇനിയെങ്കിലും എനിക്ക് ജീവിക്കണം, ജീവിതം ആസ്വദിക്കണം എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് അതാ വരുന്നു മറ്റൊരു വില്ലൻ. എനിക്ക് ആ സമയത്ത് ലണ്ടനിൽ ഒരു ഷോ ഉണ്ടായിരുന്നു. ഒരുപാട് യാത്രകൾ ചെയ്തു. അവസാനം തിരിച്ച് കൊച്ചിയിലെത്തി. എനിക്ക് 7 വർഷത്തോളമായി തൈറോയിഡ് PCOD ഉണ്ട്. അതിന്റെ റെഗുലർ ചെക്കപ്പിന് പോയി. അന്ന് വരെ എനിക്ക് യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. ആകപ്പാടെ ചുമയ്ക്കുമ്പോൾ അല്പം കഫം വരും. എപ്പോഴും ത്രോട്ട് ക്ലിയർ ചെയ്യണം. ഒരു സ്കാൻ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ BSc നഴ്സിംഗ് പഠിച്ച ആളാണ്. അവർ മാർക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ കൈയും കാലും തണുക്കാൻ തുടങ്ങി. നമുക്കൊരു ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്റെ കാല് ഉറഞ്ഞു പോയി. അത് വേണ്ട എന്ന് ഞാൻ ഭയത്തോടെ പറഞ്ഞപ്പോൾ ഇല്ല മേഡം തീർച്ചയായും ബയോപ്സി എടുക്കണമെന്ന് അവർ പറഞ്ഞു. അന്ന് തന്നെ ബയോപ്സി എടുത്തു. റിസൾട്ട് വരാൻ 15 ദിവസം ആകും. പക്ഷേ ഡോക്ടർ എനിക്ക് ചെറിയ സൂചന തന്നിരുന്നു. ലൈഫ് വളരെ സ്ലോ ആയി തോന്നി. റിസൾട്ട് വന്നപ്പോൾ ഒന്നുകൂടെ ബയോപ്സി എടുക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ റിസൾട്ട് വന്നപ്പോൾ പണി കിട്ടിയെന്ന് മനസ്സിലായി. അവസാനം ഞാനും ക്യാൻസർ എന്ന മഹാരോഗത്തിന് അടിമയായിരിക്കുന്നു. സർജറി കഴിഞ്ഞപ്പോൾ എന്റെ ശബ്ദം നഷ്ടപ്പെട്ടു. പിന്നീട് നിരന്തരമായ ചികിത്സയോടെ ക്യാൻസർ ഭേദമായി. ഇപ്പോൾ സുഖമായി ജീവിക്കുന്നു. ജുവൽ മേരി പറഞ്ഞു നിർത്തി. നഷ്ടപ്പെട്ടവിടെ നിന്ന് ജീവിതം തിരിച്ചുപിടിച്ച ജുവൽ മേരിക്ക് തന്റെ കലാജീവിതം തിരിച്ചുപിടിക്കാനാവട്ടെ എന്ന് GPS മീഡിയ ആത്മാർത്ഥമായി ആശംസിക്കുന്നു.